നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത്. 18,000 വോട്ട് രാഹുലിന് ഭൂരിപക്ഷം ഉണ്ടാകാൻ കാരണം പി സരിൻ എന്ന കോൺഗ്രസ് നേതാവ് CPM-ലേക്ക് കൂറുമാറി അദ്ദേഹത്തിനെതിരെ മത്സരിച്ചതും BJP സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെതിരെ പാർട്ടിക്കുള്ളിലുണ്ടായ ചില വികാരങ്ങളുമാണ്, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലുണ്ടായ ചില എതിർപ്പുകളുമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസ് ആ സീറ്റ് പിടിച്ചെടുത്തോടുകൂടി BJPക്ക് കണ്ണു തുറന്നു. തമ്മിലടിയും ചക്കളത്തി പോരാട്ടവും BJPയെ പാലക്കാട് ഏറെക്കുറെ ഇല്ലാതാക്കി. അപ്പോൾ BJPയുടെ A-ക്ലാസ് മണ്ഡലമായ പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ ഈ തമ്മിൽ കുത്തും തൊഴുത്തിൽ കുത്തും ഏക്കാത്ത ഒരു പ്രമുഖ നേതാവ് അവിടെ മത്സരത്തിന് ഇറങ്ങണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ അതിന് അവർ കണ്ടെത്തുന്ന പേര് സാക്ഷാൽ K സുരേന്ദ്രൻ്റെതാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. K സുരേന്ദ്രൻ പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സൂചന ഇപ്പോൾ ശക്തമാവുകയാണ്. K സുരേന്ദ്രനോട് പാലക്കാട് പോയി പ്രചരണം തുടങ്ങാൻ വരെ സംസ്ഥാന നേതൃത്വവും അഖിലേന്ത്യാ നേതൃത്വവും ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPക്ക് നഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി BJPക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഭൂരിപക്ഷം ഇല്ലാതാക്കി എന്നുള്ള വലിയ തോതിലുള്ള ചർച്ച പാർട്ടികളിൽ ഉണ്ടാക്കി. അത് രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇടപെട്ട് പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ BJPക്ക് ശക്തി എന്തുകൊണ്ട് കുറയുന്നു, എന്തുകൊണ്ട് BJPക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ ഇത്തവണ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ ശക്തമായ നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചക്രത്തി പോരാട്ടവും തൊഴുത്തിൽ കുത്തും പാരവപ്പും കുത്തിത്തിരിപ്പുകളും BJP ഇല്ലാതിരിക്കൂ. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രനെ നിർത്തിയാൽ ആ പാലക്കാട് BJPക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവിടുത്തെ നേതാക്കൾ പലരും സംസ്ഥാന നേതൃത്വത്തെയും അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് K സുരേന്ദ്രൻ പാലക്കാട് നിന്നും 2026 തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രശാന്ത് ശിവനെ പോലുള്ള ഒരു പയ്യനെയൊക്കെ നിർത്തിയാൽ, ചെറുപ്പക്കാരനെയൊക്കെ നിർത്തിയാൽ വലിയ തോതിലുള്ള പാരവപ്പും കുത്തിത്തിരിപ്പും കാലുവാരലും ഒക്കെ അവിടെ ഉണ്ടാവും. എന്നാൽ K സുരേന്ദ്രനെ കാലുവാരാനും K സുരേന്ദ്രനെ പാരവയ്ക്കാനും ധൈര്യമുള്ളവരാരും ഇപ്പോൾ BJPയിൽ ഇല്ല എന്നതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നു. സുരേന്ദ്രനും അത് സമ്മതമാണ്. കാരണം അത് വിജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റാണ് പാലക്കാടെന്നാണ് BJPയും സുരേന്ദ്രനും ഒക്കെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് സുരേന്ദ്രന് മത്സരിക്കുന്നതിന് അദ്ദേഹത്തിന് എതിർപ്പില്ല എന്ന് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ K സുരേന്ദ്രൻ തന്നെ പാലക്കാട് നറുക്ക് വീഴുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേന്ദ്രൻ ഇതിനിടയ്ക്ക് പലതവണ അവിടെ പോയി സന്ദർശിക്കുകയും പാലക്കാട് സന്ദർശിക്കുകയും പാലക്കാടുള്ള BJP പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തു. അത്തരത്തിൽ സുരേന്ദ്രന് ഒരു എൻട്രി അവിടെ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രശാന്ത് ശിവനെ പോലെയുള്ള ചെറുപ്പക്കാരെ നിർത്തണ്ട. കാരണം പാർട്ടിക്കുള്ള എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല. കാരണം വളരെ താരതമ്യേന ജൂനിയറായ ഒരു ചെറുപ്പക്കാരന് പാർട്ടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് അതിനപ്പുറം കടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ സുരേന്ദ്രനാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് നല്ല പരിചയമുള്ളവരാണ്. മാത്രമല്ല സുരേന്ദ്രനോട് ഇടയാനോ അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്താനോ കരുത്തുള്ളവരൊന്നും പാലക്കാട് BJPയിൽ ഇല്ല. മാത്രമല്ല കൃഷ്ണകുമാറെ പോലെയുള്ള ആൾ സുരേന്ദ്രനെ ഏറ്റവും അടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ തൊട്ടപ്പുറത്ത് മലമ്പുഴയിൽ മത്സരിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് സുരേന്ദ്രനാണ് അവിടെ പറ്റിയ ആൾ, പാകപ്പെട്ടയാളെന്നാണ് BJP നേതൃത്വം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ K സുരേന്ദ്രൻ പാലക്കാട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്നുള്ള ഏകദേശ ധാരണയിലേക്ക് BJP എത്തിച്ചേർന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.